ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ റോബ്ലോക്സ് ആണ് കളിക്കാൻ പോകുന്നത്. റോബ്ലോക്സിൽ ഇതാണ് എൻ്റെ അക്കൗണ്ട്. അക്കീം 95 എന്നാണ്. ഇതാണ് എൻ്റെ അക്കൗണ്ട്. ഇപ്പം തുടങ്ങിയുള്ളൂ. മുമ്പ് കളിക്കുമായിരുന്നു, പിന്നെ അത് ഇടയ്ക്ക് നിന്ന് പിന്നെ നമ്മൾ സ്റ്റീലെ ബ്രെയിൻ റോഡാണ് കളിക്കാൻ പോകുന്നത്. ഇടയ്ക്ക് കുറച്ച് ചെറുതായിട്ടൊന്ന് കളിച്ച്. പിന്നെ എന്തല്ലേ റോബ്ലോക്സ് അല്ലേ, നമ്മളെ എല്ലാത്തിനും പറയാണ്ട് സീനൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ വീണ്ടും നമ്മൾ ഇതുവരെ കളിച്ചുള്ളത് കണ്ടിന്യൂ ചെയ്യാൻ പോവുകയാണ്. സ്റ്റീലെ ബ്രെയിൻ റോഡാണ് ഞാൻ കളിക്കുന്നത്. ഇപ്പോഴത്തെ സെർവർ ന്യൂ പ്ലേസ് സെർവർ. ഇത് ബ്രസീലിയൻ സ്പൈഡർ എന്ന് പറഞ്ഞ ഒരുത്തനാണ് ഇത് ക്രിയേറ്റ് ചെയ്തത്. കളി എന്ന് പറഞ്ഞാൽ ഗെയിം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ബേസാണ്. ഈ ബേസിൽ ഇതിനൊക്കെ നമ്മൾ ഉണ്ടേ അവിടെ നിന്ന് ഇങ്ങനെ ഓരോ ബ്രെയിൻ റോഡായിട്ട് ഇങ്ങനെ നടന്നു വരുന്നത്. ബ്രെയിൻ റോഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരുപാട് ഈ വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ ജീവനുള്ള ജീവനില്ലാത്തത് ഫ്യൂഷൻ ചെയ്ത ഇതിനെയാണ് നമ്മൾ ബ്രെയിൻ റോഡ് എന്ന് പറയണത്. എന്ന് പറഞ്ഞാൽ ഈ തുങ് സവറുണ്ട്, ഇതൊരു ബ്രെയിൻ റോഡാണ്. ഈ ബ്രെയിൻ റോഡിന് ഇതൊരു ഈ തടിയായിട്ട് ഒരു ജീവിനെ, അതായത് ഹ്യൂമനെ ഇത് ചെയ്തപ്പം ഫ്യൂഷൻ ചെയ്തപ്പോൾ ഉണ്ടായ സാധനമാണ് ഇത്. ഇതാണ് തുങ് സഹോർ, ഈ ബ്രെയിൻ റോഡിൻ്റെ പേര്. ഇതിനൊക്കെയാണ് ഈ ക്യാപിച്ചിൻ അസാസിനോ ബൊംബിക്ക അംബാലുക്കോ ആന്ധ്രാന്തോ. എനിക്ക് ട്രാക്കി എനിക്ക് ഏറ്റവും ഇഷ്ടം പാത്താപ്പീനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. പിന്നെ സഹൂറും. ഈ ഗെയിമിലെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞ ബ്രെയിൻ റോഡിനെ നമ്മൾ വാങ്ങിച്ച് നമ്മൾ ബേസ് ചെയ്യണം. പിന്നെ നമുക്ക് ഒരുപാട് ബേസിൽ പോയി ഇതിനെയൊക്കെ മോട്ടിക്കാനും പറ്റും. എൻ്റെ ഇരിക്കാൻ മിക്കുള്ളത് കുറേ എണ്ണം ഞാൻ മോട്ടിച്ചതാണ്. അയ്യോ, ഇങ്ങനെ കുറേ എണ്ണം നമ്മളെ അടിച്ചു പറ്റാൻ പറ്റും. നമ്മൾ ഈ ബാറ്റ് എടുത്ത് ഇങ്ങനെ അടിച്ച് തോലയ്ക്കണം അമ്മമാരെ. ഇതാണ് ഗെയിം എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ ഈ ഷോപ്പൊക്കെ കാണും. റോബ്ലോക്സ് വെച്ച് എന്തെങ്കിലും വാങ്ങിക്കാനുള്ളതാണ്. നമ്മൾ ഇതൊക്കെ വെച്ചൊന്നുമില്ല. ഇതാണ് സ്പീഡ് കോയിൽ. ഈ സ്പീഡ് കോയിൽ കൈയെടുത്ത ഇവിടെ ഇതാണ് അയൺ സ്ലാപ്പ്. ഈ സാധനം വെച്ചടിച്ച് നമ്മൾ അടിക്കണ ആൾ കുറേ ദൂരോട്ട് പോകും. ഇത് ചെറിയ ലാഗുണ്ട് കേട്ടോ. ഇതെന്തൊരു കഷ്ടോടി. സ്പീഡ് കോയിൽ, അയ്യോ, സ്പീഡ് കോയിൽ എടുക്കാനാണ് നോക്കണം, പക്ഷേ ടാപ്പ് ആയിട്ട് മഴയുള്ളൂ. എന്താ എൻ്റെ ഇപ്പം കണ്ട, ഞാൻ റിച്ചാണ്. എൻ്റെ 546K ഡോളറുണ്ട്. എന്ന് പറഞ്ഞാൽ 5 ലക്ഷം ഡോളർ. എൻ്റെ ആവശ്യമില്ല. നമുക്ക് പാത്തപ്പീനൊന്നും കൂടെ കാണിച്ചാൽ വേണ്ട. സ്ഥലം കുറവാണ്, ഒറ്റ സ്ലോട്ടേ ഉള്ളൂ. നമുക്ക് ആരെ വയ്ക്കാം? ട്രെയറൊന്നും വയ്ക്കാം. ഈ ട്രോപ്പി നമുക്ക് ആവശ്യമുണ്ട്. നമുക്ക് റീബർത്ത് സംഭവം ചെയ്യാൻ പറ്റും, അതിനുവേണ്ടി ആവശ്യമുണ്ട്. പിന്നെ 5K ഇതിന് വയ്ക്കാം. നമുക്കിങ്ങനെ വിൽക്കാൻ പറ്റും. പിന്നെ നമുക്ക് മോട്ടിക്കാൻ പോകാം. പക്ഷേ ഇതെന്ത് വർക്കാകത്തത്? സ്പീഡ് കോയിൽ മോട്ടിക്കാൻ വന്നിരിക്കുകയാണ്. നമുക്ക് ലോക്ക് ചെയ്യാം. 8ൻ്റെ പണി എടുത്ത് റീസ്പോൺ ആയിപ്പോയി. ഇവ ആയില്ലല്ലേ. പോയി. നമ്മളൊക്കെ ചാരപ്പണിയിടാം. ശരിക്കും ആരാണ് ഏറ്റവും ഹയസ്റ്റ് ടോപ്പ് ഏണേഴ്സ്? നമ്മളിവിടെ ഇത് മൊത്തം സെർവറോടല്ലേ. ബില്യണാ, 502.4 ബില്യൺ. ഇപ്പം നമ്മളൊക്കെ എന്തൊരു
ഇതിലും നമ്മൾ വരില്ല ടോപ്പ് സ്റ്റീലേഴ്സ്. ഓൻ്റെ മൂന്ന് സ്പീഡ് പോലും എന്തെടുക്കാൻ പറ്റാത്ത കയ്യിലുണ്ട്, പക്ഷെ വരാനില്ല. സ്പേസ് വാത്ത എൻ്റെ ബേസിനകത്ത് എനിക്ക് കയറാൻ പറ്റുന്നില്ല. ബഗ് 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 എന്തെങ്കിലും ഓട്ടിച്ച് എൻ്റെ ഒരു ബേസിലും എനിക്ക് കയറാൻ പറ്റും. ലക്കി ബ്ലോക്കാ. ഞാൻ പോണെയാണ്. സ്റ്റീലേ ബ്രെയിൻ റോട്ട് ഓജിയ സ്ട്രോബെറി എലിഫൻറ്റ്. ഇരിക്കുക, നമ്മളിതൊക്കെ എടുക്കും സ്വപ്നത്തിൽ മാത്രം. ഇതിലെങ്കിൽ പറ്റും 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 പറ്റും. സെറ്റ് യു ആർ ജോയിൻഡ്. ഓക്കെ ലോക്ക് ചെയ്തു. ഇനിയെങ്കിലും സ്പീഡ് കോയിൽ വാങ്ങിക്കണം. സ്പീഡ് കോയിലിടും. പക്ഷേ ഈ സ്പീഡ് കോയിൽ ഇതൊന്നും കൈ എടുക്കാൻ പറ്റത്തത്. എടുത്ത് വേണ്ട. ഈ സ്പീഡ് കോയിലും സാധനം കൈ പിടിച്ച് നല്ല സ്പീഡ് ഓടാൻ പറ്റും. ഇതാണ് സംഭവം. ഇത് ഒന്നൊന്ന് ഇത് ഓട്ടിക്കാം. കോമൺ ആയിട്ട് ലെജൻഡറി. എൻ്റെ മോനെ ലയണൽ കാക്ടസ് ഗോൾഡാ ഇരിക്കട്ട്. ഓക്കടീനി അന്ത്യാപ്പീനി സെല്ലി അത്രേ ഉള്ളു. വടി അതിപ്പോൾ വിറ്റില്ലായിരുന്നെങ്കിൽ സിറ്റുവേഴ്സിലോട്ടുണ്ടായിരുന്നു. അത് 6 അടി വെച്ചിട്ടാ. ആൻഡ് സ്ലാപ്പ് എടുക്കാം. ഇതൊന്നും കൈ പിടിക്കാൻ പാടാടേ. ലാഗ് ഞാൻ ടാപ്പ് ചെയ്യണുണ്ട്. ആര് ബേസിൽ മോട്ടിക്കാൻ ഒരു ഓപ്പണാണ്. ഇവൻ്റെ എല്ലാം നോബടി. നമുക്ക് നല്ല ബ്രെയിൻ റോഡുള്ള ബൈക്ക് എടുക്കണം. ഇതിൽ മണ്ടേ പോയി ഇരിക്കാം. പക്ഷേ വണ്ടിയിലൊന്നുമില്ല. ഇതൊക്കെ എത്ര റീബ്രത്ത് ചെയ്താണോ ഇല്ലേ നല്ലത് നോക്കി. അവൻ പണി നോക്കി പോയി. ഇതാണ് കുഴപ്പം. നമ്മളിങ്ങനെ ക്യാമ്പ് അടിക്കുമ്പോഴത്തേക്ക് അവർ നിർത്തിയിട്ട് പോകും. മിറ്റിക്ക് 5 സെക്കൻഡ്. ആളകത്തുണ്ട് തോന്നുന്നു. അകത്തുണ്ട്. ഷിറ്റ് അവനെ അടിച്ചിട്ട് ലോക്ക് ചെയ്ത്. എൻ്റെ ബേസ് മൈ ബേസ് അത് തന്നെ. ജസ്റ്റ് ഇൻ ടൈമിനാണ് വന്നത് ഞാൻ. ഈ കോയിൽ കൈ പിടിക്കാൻ പറ്റുന്നത് ലെജൻഡറി കൈ വിളിക്കുന്ന ഇൻവൈറ്റ് ഫ്രം RIP മൈക്കി. എൻ്റെ ഇതിൽ വന്നേ കോക്കോസീനിയോടെ കോക്കോസീനി അങ്ങനെ പറഞ്ഞ സാധനമാണ്. എന്നാലും എൻ്റെ കയ്യിൽ ഇത്രയും ബ്രെയിൻ റോഡുണ്ട്. ഇത് ചെയ്യാൻ റിച്ചായി പോയി.
ചിലതെല്ലാം മിക്കുള്ള എല്ലാം അടിച്ചാണ്. ഇതെന്തിരി എൻ്റെ മോനെ, പക്ഷെ മില്യൻസ് ഇല്ല എൻ്റെ കയ്യിൽ. ഒരു ലേസർ കണ്ണടാ എൻ്റെ കയ്യിൽ. മണ്ടേ പോയിട്ട് നമുക്ക് എടുക്കാം. അതൊക്കെ അത്രേ ഉള്ളൂ. ആറ് വണ്ടിയാണ് അടി 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 അത്രേ ഉള്ളൂ. സ്പീഡ് കോയിന് കൈ എടുക്കാൻ പറ്റില്ല. ഇതെന്തിരി ലോക്കായി നൈസാണ്. അടിച്ചെടുത്തോണ്ട് പോകാൻ നോക്കിയാണ് തൂക്കി ഇറക്കാൻ. ഇപ്പം മില്യനാവും. മില്യനെ എന്തെങ്കിലും വാങ്ങിക്കാം, നമുക്ക് എന്തെങ്കിലും വാങ്ങിക്കാം. കോമൺ റെയർ കോമൺ ട്രോപ്പി വേണ്ട, കുറഞ്ഞതാണ്. ഇപ്പോഴും നമ്മളെ ബേസ് വീട്ടിൽ പോടാ. അയ്യോ അടി ഏറ്റവും മോന് മൂന്നാമത്തവണ ചെയ്തെന്നു. തൂക്കി പിടിച്ച് എടുത്തോണ്ട് തന്നെ അടിച്ചില്ല. അതാണ് ബെസ്റ്റ് ഐഡിയ. എടുത്തോണ്ട് പോകാൻ അടിച്ചില്ല. അതാണ് ഐഡിയ. എടുത്തോണ്ട് പോകുമ്പോൾ അടിച്ചിട്ട് നമുക്ക് ലോക്ക് റീസ്പോൺ അടിക്കണം. അല്ലെങ്കിൽ ഇറങ്ങി വരാൻ പറ്റൂല. അത് ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പറ്റുന്ന വെച്ചിട്ടുണ്ട്. പക്ഷേ ശരിയാണ്, അതെടുത്തോണ്ട് ഓടാൻ പറ്റൂല. പക്ഷേ 3K. അയ്യോ ഷിറ്റ്. നമുക്ക് ഇതിനങ്ങ് ശരിയ രക്ഷപ്പെട്ട്. സഹൂർ വന്ന് നോക്കാം. വന്നില്ലടാ. ഇതൊരു സഹൂർ വന്നില്ല. വന്നില്ല. എൻ്റെ ബേസ് ലോക്ക് അത്രേ ഉള്ളൂ. പക്ഷേ ലോക്ക് ഇതായി ബെല്ലറീന കാപ്പിച്ചിന തൂക്കം. അയ്യോ സ്ഥലം. ഇത് ഞാൻ ശരിക്കും അടിച്ചതാണ്. ഇതല്ലേ ഇനി ഉള്ളി അവർ സഹൂർ പെട്ടെന്ന് റീബർത്ത് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ളൊരിത് ഇതുണ്ട്, ഓണപ്പരിപാടി. അതിന് പോകണം. ഹാപ്പി ഓണം ഗൈസ്, ഹാപ്പി ഓണം. ആറാം എടുക്കണം. ഞാൻ അടിച്ച് പൊട്ടിഞ്ഞ്, എനിക്ക് കുഴപ്പമില്ല. സഹൂറിന് കിട്ടിയത് അതാറും तुम सहूर तुम सहूर. നമ്മൾ റീവർത്ത് ചെയ്യുമ്പോൾ അപ്പം തന്നെ നമ്മൾ ഇത് എന്തിനാണ് അത്
ശരി, എന്തിരുന്നാണ് വീഡിയോ നിർത്താൻ പോവുകയാണ്. റീബർത്ത് ചെയ്യാൻ പോവുകയാണ് ഗൈസ്. റീബർത്ത് ചെയ്തു. നമുക്ക് അയൺ സ്ലാപ്പ്, സ്പീഡ് കോയിൽ എല്ലാം ഗ്രാവിറ്റി കോയിലൊക്കെ കിട്ടിയിട്ടുണ്ട്. റീബർത്ത് ചെയ്തു. അപ്പോൾ ശരി ഗൈസ്, ഇതുവരെ കണ്ടവരെല്ലാവരും ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക. പിന്നെ സബ് ചെയ്തെങ്കിൽ പിന്നെ സബ് ചെയ്യല് എനിക്ക് അൺസബായി പോകും. സബ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഹാപ്പി ഓണം. ബൈ ഗൈസ്.